ശബരിമല തന്ത്രിയെ അനാവശ്യമായി 40 ദിവസം ജയിലിൽ അടക്കുകയുണ്ടായി. സാർ, അദ്ദേഹത്തെ കോടതി പറഞ്ഞിട്ടുള്ളത് തെളിവിൻ്റെ ഒരു കണിക പോലും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായ ആക്ഷേപങ്ങളിൽ ഇല്ല എന്നുള്ളതാണ്. നമസ്കാരം. എക്സൈസ് മന്ത്രിയായിരുന്ന അല്ലെങ്കിൽ തുറമുഖ മന്ത്രിയായിരുന്ന കെ ബാബു മുമ്പ് പല ആരോപണങ്ങൾക്കും വിധേയനായിരുന്നു. എന്നാൽ അതെല്ലാം കള്ളക്കേസായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞു. നമ്മുടെ ഉമ്മൻചാണ്ടിക്കെതിരെ കൊണ്ടുവന്ന കള്ളക്കേസ് മാതിരി തന്നെയുള്ളൊരു കേസായിരുന്നു. ആർക്കെതിരെയുള്ള കേസ്? നമ്മുടെ കെ ബാബുവിനെതിരെ കേസ്. അദ്ദേഹത്തിനെതിരെയുള്ള എല്ലാ കേസും, വിജിലൻസ് കേസ് എല്ലാം തള്ളിപ്പോയി. ഇപ്പോൾ അദ്ദേഹം കുറെ കാലമേ അസുഖം ബാധിച്ച് കിടക്കുന്നു. ഇപ്പോൾ ഇത് അദ്ദേഹം നിയമസഭയിൽ എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗമാണ് തുടക്കത്തിൽ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഇഷ്യൂവിനാണ് തീ കൊളുത്തിയിരിക്കുന്നത്. ആ കോമ്പലപ്പടക്കത്തിന് തീ കൊളുത്തിയപ്പോൾ അത് പൊട്ടുന്നതിന്റെ ഞെട്ടിക്കുന്ന രംഗങ്ങളാണ് പുറത്തു വരുന്നത്. അതിൽ വിഹ്വലരായ CPM നേതാക്കൾ ആയ മന്ത്രിയായ രാജീവാണ് അതിന് മറുപടി പറഞ്ഞത്. അതായത് തന്ത്രിയെ കള്ളക്കേസിൽ കുടുക്കിയതാണ്, തന്ത്രിക്കെതിരെ യാതൊരു കേസുമില്ല എന്ന് പറയുന്ന കോടതി പരാമർശം ഉന്നയിച്ചുകൊണ്ടാണ് കെ ബാബു വെടിക്കെട്ടിന് തീ കൊളുത്തിയതെങ്കിൽ ബാബു അതിന് മറുപടി പറയാൻ പോലും യോഗ്യമല്ലാത്ത രൂപത്തിലാണ് രാജീവ് മറുപടി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ മറുപടി കേട്ടിട്ട് പറയാം. സൂചിപ്പിച്ചത് മിനിസ്റ്റർ കേൾക്ക് സാർ. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനൊരു പ്രസംഗം കിട്ടാൻ ഒരു അവസരം കിട്ടിയത് നന്നായി. അദ്ദേഹത്തിനൊന്ന് പ്രസംഗിക്കാൻ ഒരു അവസരം കിട്ടിയതായിട്ട് കണക്കാക്കിയാൽ മതി. പക്ഷെ അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ യഥാർത്ഥത്തിൽ സാർ ഹൈക്കോടതിക്കെതിരായിട്ടുള്ള പരാമർശങ്ങളാണ്. കാരണം ഈ കേസിന്റെ അന്വേഷണത്തിന്റെ പൂർണ്ണമായ മേൽനോട്ടവും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കുറ്റമറ്റ അന്വേഷണമാണെന്നും ശരിയായ ദിശയിലാണെന്നും ഓപ്പൺ കോർട്ടിനകത്തുള്ള ഒബ്സർവേഷനിലല്ല, ഒരു ഓർഡറിനകത്ത് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞ കാര്യത്തിനകത്ത് ആ അന്വേഷണത്തെയാണ് അദ്ദേഹം ആചാരലംഘനവും അതുപോലെ ഒരു കുറ്റവും ചെയ്യാത്ത ആള് എന്ന മട്ടിലേക്ക് എത്തിയത്. സാർ, ഗവൺമെന്റിന്റെ ഭാഗം വളരെ വ്യക്തമാണ്. തന്ത്രിയാണോ അകത്ത് കിടക്കുന്ന ആരാണോ അവർ പ്രതിയാണെന്നോ പ്രതിയല്ലെന്നോ ഗവൺമെന്റിന് അത് സംബന്ധിച്ച് യാതൊരു അഭിപ്രായവും ഇല്ല. കാരണം ഈ അന്വേഷണം പൂർണ്ണമായി നടക്കുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മേൽനോട്ടത്തിനകത്ത് മാത്രമാണ്. ഞങ്ങളുടെ മുൻപിൽ അന്വേഷണത്തിന്റെ ഒരു റിപ്പോർട്ടും വരുമില്ല. സീല് വെച്ച കവറിനകത്ത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനകത്താണ് വരുന്നത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ അന്വേഷണം ശരിയായ രൂപത്തിലാണ് എന്ന് പറഞ്ഞിട്ടും ഈ സമരം തുടരുന്നത് രാഷ്ട്രീയമായ ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ്. സാർ ഞാനൊരു കാര്യം പറയട്ടെ സാർ. 1987 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഫൈസാബാദിൽ വെച്ച് രാമരാജ്യം എന്ന മുദ്രാവാക്യം ആദ്യമായി അവതരിപ്പിക്കുന്നത് കോൺഗ്രസ് ആണ് സാർ. അയോധ്യയിലെ ജവഹർലാൽ നെഹ്റു സരയൂ നദിയിലേക്ക് വലിച്ചെറിഞ്ഞ താക്കോലുകൾ, ആ താക്കോലുകൾ വീണ്ടും അത് തുറക്കാൻ അനുവദിച്ചത് കോൺഗ്രസ് ആണ് സാർ. അതിനുശേഷം അയോധ്യയിൽ ശിലാന്യാസം അനുവദിച്ചത് കോൺഗ്രസ് ആണ് സാർ. യഥാർത്ഥത്തിൽ BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ക്ഷേത്ര രാഷ്ട്രീയത്തെ ഉപയോഗിക്കാൻ വഴി തുറന്നു വിട്ടത് സാർ കോൺഗ്രസ് ആയിരുന്നു സാർ. ഇപ്പൊ കോൺഗ്രസ് ചെയ്യുന്നത് നവയുഗം എന്നുള്ളത് BJP യുഗത്തിലേക്കുള്ള യാത്രയ്ക്കുള്ള വഴിയൊരുക്കലാണ് സാർ കോൺഗ്രസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ രാജ്യത്തെ അപകടത്തിലാക്കും. എന്തുകൊണ്ടാണ് സാർ ഈ കേരള സ്റ്റോറി വരുന്നത്? എന്തുകൊണ്ടാണ് സാർ തെലുങ്കാന സ്റ്റോറി ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് സാർ കർണാടക സ്റ്റോറി ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് സാർ ഹിമാചൽ പ്രദേശ് സ്റ്റോറി ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് സാർ കേരള സ്റ്റോറി 1ഉം 2ഉം വരുന്നത്? കാരണം കർണാടക സ്റ്റോറി ഗുജറാത്ത് സ്റ്റോറി തന്നെയാണ് സാർ. തെലുങ്കാന സ്റ്റോറി UP സ്റ്റോറി തന്നെയാണ് സാർ. കോൺഗ്രസും BJPയും രണ്ട് പാർട്ടികളുടെ പേര് പേറുന്നുണ്ടെങ്കിലും ഒരേ രാഷ്ട്രീയത്തെ, ഒരേ പ്രത്യയശാസ്ത്രത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ആ അപകടം മതനിരപേക്ഷ കേരളത്തിന് അങ്ങേയറ്റം അപകടകരമാണ് എന്ന് തിരിച്ചറിയാൻ തയ്യാറാകണം. അതുകൊണ്ട് അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ ഹൈക്കോടതിക്കെതിരാണ്. അത് രേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. കേട്ടല്ല രാജു പറഞ്ഞത്. രാജു പറഞ്ഞ മറുപടി വസ്തുതാപരമല്ല. കാരണം ഹൈക്കോടതി നിയമിച്ച അന്വേഷണ കമ്മീഷനിൽ പാർട്ടിക്ക് അനുകൂലമായ ആളുകളെ തിരികെ കയറ്റി അന്വേഷണം ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ യാതൊരു തെളിവുമില്ലാത്ത തന്ത്രിയെ കേസിൽപ്പെടുത്തി. തന്ത്രി മൗനാനുവാദം കൊടുത്തു എന്ന പേരിലാണ് അദ്ദേഹത്തെ പ്രതിയാക്കിയത്. അങ്ങനെ ഒരു കേസ് എടുക്കാൻ പറ്റില്ല, നിയമപരമായി നിൽക്കില്ല. അങ്ങനെ ദ്വാരക ശില്പങ്ങളും അതേപോലെ വാതിൽപ്പാളികളും സ്വർണത്തിന്റെ വാതിൽപ്പാളികളും ഇവിടുന്ന് അത് ഉരുക്കിയെടുക്കാൻ വേണ്ടി ഇവിടെ ചെമ്പാണെന്ന് പറഞ്ഞ് ഉണ്ണിക്കോശം പോറ്റി കൊടുത്തതിന്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിന്റെ തലയിൽ കെട്ടിവെക്കാനാണ് പോലീസും ഗവൺമെന്റും ശ്രമിച്ചത്. എന്നാൽ 8 നിലയിൽ പൊട്ടി. ഇതിനെ കുറിച്ചിട്ട് ആദ്യം പറഞ്ഞ രാജീവിന്റെ മറുപടി തൃപ്തമായിട്ടില്ല, അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കി വീണ്ടും MP രാജേഷ് വന്നു. അദ്ദേഹവും പറഞ്ഞ മറുപടി ഒന്ന് കേട്ടു നോക്കൂ.
മുഴുവൻ ആളുകളും നിയമത്തിന്റെ മുമ്പിൽ വരണമെന്നതാണ് സർക്കാരിന്റെ നിലപാട്. ആ നിലപാട് ആവർത്തിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സഭയിലും സഭയ്ക്ക് പുറത്തും വ്യക്തമാക്കിയിട്ടുള്ളതാണ് എത്രയോ തവണ. എന്താണ് സാർ പ്രതിപക്ഷത്തിന്റെ നിലപാട്? തന്ത്രിയെ ഒഴിവാക്കണം എന്നതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. സാർ, തന്ത്രിക്ക് ശബരിമലയിലെ സ്വർണ്ണക്കേസ് കൊള്ളക്കേസിലെ പ്രതികളിൽ ഒരാളായ തന്ത്രിക്ക് എന്ത് വിശേഷമാണുള്ളത് സാർ? പ്രതിയാണ് എന്ന് മറ്റെല്ലാ പ്രതിയെയും പോലുള്ള അവകാശമേ തന്ത്രിക്കുമുള്ളൂ. തന്ത്രിക്ക് എന്ത് പ്രത്യേക അവകാശമാണുള്ളത് സാർ? തന്ത്രിക്ക് 2 വക്കീലന്മാർ പുറത്തുണ്ട്. സഭയ്ക്ക് പുറത്ത് 2 വക്കീലന്മാരുണ്ട്. BJPയും ഉണ്ട്, UDFും ഉണ്ട്. സഭയ്ക്കകത്ത് BJP ഇല്ലാത്തത് കൊണ്ട് ആ BJPക്ക് വേണ്ടി കൂടിയുള്ള വക്കാലത്ത്, തന്ത്രിയുടെ വക്കാലത്ത് പ്രതിപക്ഷം ഏറ്റെടുത്തിരിക്കുകയാണ്, UDF ഏറ്റെടുത്തിരിക്കുകയാണ്. സാർ, വീണ്ടും തന്ത്രിയെ മുൻനിർത്തി തെരുവിലിറങ്ങാൻ ഉള്ള ഒരു സുവർണാവസരമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെയാണ് ശ്രീധരൻപിള്ള വെളിപ്പെടുത്തിയത് തന്റെ ഉപദേശപ്രകാരമാണ് തന്ത്രി പ്രവർത്തിച്ചത് എന്ന്. ഇന്നലെ അദ്ദേഹം വെളിപ്പെടുത്തിയപ്പോഴല്ലേ നമുക്ക് എല്ലാവർക്കും അറിയുന്നത്. സാർ, അന്ന് ആ സുവർണാവസരം ഒരുമിച്ച് മുതലെടുത്തവരാണിവർ. സാർ, അന്ന് കൊടി മടക്കി അവരുടെ പിന്നാലെ പോകാൻ ആഹ്വാനം ചെയ്തത് ഇവരുടെ KPCC പ്രസിഡന്റാണ്. സാർ, മുസ്ലിം ലീഗ് നാരങ്ങ വെള്ളം കലക്കി കാത്തിരിക്കുകയാണ് സാർ BJPക്കാർക്കൊന്ന് വെള്ളം കലക്കി കൊടുക്കാൻ. ഒരു നാണവുമില്ലാതെ, ക്ഷമിക്കണം സാർ, ഞാൻ ആ വാക്ക് പിൻവലിച്ചു, ലജ്ജയുമില്ലാതെ, ഒരു ലജ്ജയുമില്ലാതെ BJPക്ക് നാരങ്ങ വെള്ളം കലക്കി കൊടുത്തവരാണ് സാർ ലീഗുകാർ. അവർ വീണ്ടും നാരങ്ങ വെള്ളം കലക്കി വെച്ച് അവിടെ പുറത്ത് കാത്തിരിക്കുകയാണ്. സാർ, ഇന്ന് വന്ന വാർത്തയുണ്ട്. ഇന്നത്തെ വാർത്ത എന്താണ്? അസമിലെ PCC പ്രസിഡന്റ് ഭൂപൻ ബോറ BJPയിൽ പോയി എന്നാണ് വാർത്ത. ആസാമിലെ BJP പ്രസിഡന്റ് ഭൂപൻ ബോറ BJPയിൽ പോയിരിക്കുന്നു. സാർ, ഈ ഇരിക്കുന്നവരിൽ എത്ര പേർ നാളെ കോൺഗ്രസിലുണ്ടാവും, UDFിലുണ്ടാവും എന്നതിന് വല്ല ഗ്യാരണ്ടിയുമുണ്ടോ സാർ? വല്ല ഗ്യാരണ്ടിയുമുണ്ടോ? ഓരോ ദിവസവും PCC പ്രസിഡന്റ് മുതലുള്ള ആളുകൾ BJPയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവർ നാരങ്ങ വെള്ളവും കലക്കി കാത്തിരിക്കുന്നത്. സാർ, ഇത് രാഷ്ട്രീയ ഉപജാപമാണ്. ഈ രാഷ്ട്രീയ ഉപജാപം കേരളം ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ പ്രശ്നം ശബരിമലയിലെ സ്വർണം കട്ടവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം എന്നതാണോ, അതോ സ്വർണം കട്ടവരിൽ ഞങ്ങളുടെ ആളുകളെ ഒഴിവാക്കണമെന്നതാണോ? വാജിവാഹനം ഉൾപ്പെടെയുള്ളവയിൽ നടന്ന ക്രമക്കേട്, ആ ക്രമക്കേടിലും കൊള്ളയിലും UDFിന്റെ ഭരണസമിതിക്ക് പങ്കുണ്ട് എന്ന കാര്യം ഞാൻ നേരത്തെ ഈ സഭയിൽ പറഞ്ഞു. ഇഹലോകത്തും പരലോകത്തുമുള്ള ആളുകൾക്ക് പങ്കുണ്ട് എന്ന കാര്യം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസുകാരായ UDFുകാരായിട്ടുള്ള ആളുകൾക്ക്. അതാണിപ്പോ നിങ്ങൾ തന്ത്രിക്ക് വേണ്ടി രംഗത്ത് വരാൻ കാരണം. നിങ്ങളും BJPയും തന്ത്രിയെ മുൻനിർത്തി ഒരുമിച്ച് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഇതൊക്കെ ആവാമെങ്കിൽ ഞങ്ങൾ സഭയുടെ അവകാശം ഞങ്ങൾ സഭയുടെ അവകാശം സാർ, അതുകൊണ്ട് ജനങ്ങൾ ഇത് മനസ്സിലാക്കുമെന്ന് മാത്രമേ പറയാനുള്ളൂ. കേട്ടല്ല MP രാജേഷ് പറഞ്ഞ മറുപടിയിലും അസംതൃപ്തരായ UDF അംഗങ്ങൾ നിയമസഭ ഇളക്കി മറിച്ചുകൊണ്ട് മന്ത്രി വാസവൻ രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉച്ചത്തിൽ ശബ്ദിച്ചുകൊണ്ടാണ് ഇന്ന് നിയമസഭയിൽ വന്നത്. നിയമസഭ ഇളകി മറിയുകയായിരുന്നു. ആ ഇളകി മറിയുന്നതിന്റെ രംഗങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്.